നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കെ മുരളീധരൻ BJPയിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ പലരും വൈകാതെ BJPയിലെത്തും. കെ മുരളീധരനെ കുഴിയിൽ ചാടിച്ചത് ആരെല്ലാമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പത്മജ. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തിരഞ്ഞെടുപ്പിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ. കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDPI വർഗീയ സംഘടനകൾ നടത്തിയ പ്രചാരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഈ ചങ്ങാത്തം ഭാവിയിൽ UDFന് വലിയ അപകടമാകും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 40,000-ഓളം CPM വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും വലിയ ചോർച്ച ഒറ്റപ്പാലം, മലമ്പുഴ മണ്ഡലങ്ങളിലെന്നും EN സുരേഷ് ബാബു. പരാജയ കാരണങ്ങൾ പാർട്ടി വസ്തുതാപരമായി പരിശോധിക്കും. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണ ക്യാമ്പായി. യജ്ഞത്തിൽ 1000-ഓളം പേർ പങ്കാളികളായി. ശുചിത്വ ഹർത്താലുമായി വ്യാപാരികളും. ജീവന്റെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ലോക പരിസ്ഥിതി ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഭൂമി പുനഃസ്ഥാപിക്കലും മരുഭൂമിവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധവും ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വാർത്തകൾ വിശദമായി. കെ മുരളീധരൻ BJPയിലേക്ക് വരുമെന്ന് പത്മജ. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ പലരും വൈകാതെ BJPയിൽ ചേരും. കെ മുരളീധരനെ കുഴിയിൽ ചാടിച്ചത് ആരെല്ലാമാണെന്ന് തൃശൂർ DCC ഓഫീസിന് മുന്നിൽ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു. കെ മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ പലരും BJPയിലേക്ക് വരുമെന്ന് പത്മജ പറഞ്ഞു. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ ആര് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷമാണ്. BJPയെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് കോൺഗ്രസിലുള്ളത്. മുരളീധരനടക്കം തെറ്റിദ്ധരിക്കപ്പെട്ട കോൺഗ്രസുകാർ BJPയിൽ ചേരും. കെ മുരളീധരൻ എന്ന തൻ്റെ ചേട്ടന് താൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. കോൺഗ്രസിൻ്റെ ചില നേതാക്കളോട് താൻ തന്നെ സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അത് ആരും ചെവിക്കൊണ്ടില്ല. ഇതോടെയാണ് BJPയിൽ ചേർന്നത്. കെ മുരളീധരനെ BJPയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ല. നല്ല ബുദ്ധിയും ബോധവുമുള്ള ആളാണ് മുരളീധരൻ. എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം? അദ്ദേഹം ബുദ്ധിയും ഇല്ലാത്ത ആളൊന്നുമല്ല, നല്ല ബുദ്ധിയുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല. എന്തിന്? എൻ്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. എന്നാൽ എനിക്ക് ഒരാളും മീഡിയേറ്ററായിട്ട് ഇരുന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ആയിട്ടാണ് കെ കരുണാകരൻ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തിരി സെൻസ് പിള്ളേരിനോട് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പിള്ളേരിന് വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ. ആരൊക്കെയാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതെന്ന് DCC ഓഫീസിൻ്റെ മുന്നിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ടെന്നും കെ മുരളീധരൻ്റെ തോൽവിയിൽ TN പ്രതാപന് വ്യക്തമായ പങ്കുണ്ടെന്നും പത്മജ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. തൃശൂരിലെ പരാജയ കാരണങ്ങൾ പരിശോധിച്ച് തിരുത്തലുകൾ നടത്തുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണം എന്നു തന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് CPM-ഉമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരും BJPയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ, ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത്. തൃശൂരിൽ BJP ജയിച്ചത് CPM-BJP ഡീലിന്റെ ഭാഗമാണെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDP വർഗീയ സംഘടനകൾ നടത്തിയ പ്രചരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് മണ്ഡലത്തിൽ 40,000 പാർട്ടി വോട്ടിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും പരാജയ കാരണം വസ്തുതാപരമായി പരിശോധിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM ശക്തി കേന്ദ്രമായ മലമ്പുഴയിലും ഒറ്റപ്പാലത്തും വലിയ രീതിയിൽ വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട്. തോൽവി അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ പരാജയ കാരണങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കുമെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ശക്തമാക്കും. തിരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും പുതുമയല്ല. അതേസമയം കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDPI വർഗീയ സംഘടനകൾ നടത്തിയ പ്രചാരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടി. ഇത് ഗുണം ചെയ്തത് RSSനും BJPക്കുമാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ഞാനിതെല്ലാം കണക്ക് സൂചിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇത് കോൺഗ്രസിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തി കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലുള്ള വർഗീയ സംഘടന നടത്തിയിട്ടുള്ള പ്രചാരം യഥാർത്ഥത്തിൽ ഹിന്ദു വർഗീയതയ്ക്കാണ് ലാഭമുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചതിൻ്റെ ദോഷം ഭാവിയിൽ UDFന് നേരിടേണ്ടി വരുമെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണം. ക്യാമ്പയിന്റെ നഗരസഭാതല ഉദ്ഘാടനം SMP ജംഗ്ഷൻ പരിസരത്ത് ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ശുചിത്വ ഹർത്താൽ ആചരിച്ച വ്യാപാരി സമൂഹവും യജ്ഞത്തിൽ പങ്കാളികളായി. നല്ല ബോധവൽക്കരണത്തിന്റെ കൂടി ഭാഗമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുക. ഞാൻ അധികം സംസാരിച്ച സമയം കളയുന്നില്ല, കാരണം ഈ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കലാണ് നമുക്കറിയാം. നമ്മൾ പ്രസംഗം ആവാം, പക്ഷെ അത് പരിമിതപ്പെടുത്തണം. കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ പറയുന്നു, പക്ഷെ പരിമിതപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് MLA വരാം എന്നേറ്റതാണ്, പക്ഷെ അദ്ദേഹത്തിന് മറ്റു ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേരാൻ സാധിക്കാത്തത്. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുറകെ വരുന്നവരും സംസാരം കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കലാണ്. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, ജിഷ, കൃഷ്ണകുമാർ, കൗൺസിലർമാരായ പ്രസാദ്, ലത, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ സുധീഷ്, ജയൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ നന്ദിയും പറഞ്ഞു. 1000-ലേറെ സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് സമഗ്ര ശുചീകരണ യജ്ഞം നടത്തിയത്. SMP ജംഗ്ഷൻ പരിസരത്തായിരുന്നു നഗരസഭാതല ഉദ്ഘാടനം. 10 സെക്ടറുകളാക്കി തിരിച്ചാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയും SMP ജംഗ്ഷൻ കൂനൻമുക്ക് മുതൽ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയും വോളണ്ടിയർമാർ വൃത്തിയാക്കി. റോഡിൻ്റെ ഇരുവശങ്ങളിലെയും കുറ്റിച്ചെടികൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കുന്ന പ്രവൃത്തിയും വിജയകരമായി പൂർത്തീകരിച്ചു. നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, SN കോളേജിലെ NSS വോളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരികൾ, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ, നഗരസഭയിലെ ശുചീകരണ ജീവനക്കാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ യജ്ഞത്തിൽ പങ്കാളികളായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയെ സ്വച്ഛ് ചാമ്പ്യന്മാരായി ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. മെഗാ ക്യാമ്പയിനോടനുബന്ധിച്ച് നഗരസഭാ പരിധിയിലെ വ്യാപാരികൾ രാവിലെ 8 മുതൽ 10 വരെ ശുചിത്വ ഹർത്താൽ ആചരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതുരുത്തി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. ചെറുതുരുത്തി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി വ്യാപാര വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കാശ് വേണ്ടാന്ന് പറഞ്ഞിട്ട് 2-4 ആൾ നമ്മുടെ ജില്ലാ കമ്മിറ്റിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുവരെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ഈ സംഘടനയില് ഈ
ഭദ്രം പദ്ധതി ഇപ്പോൾ ഭദ്രം പ്ലസ് പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യാപാരികൾക്കും വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കും ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ചേരാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വീണ്ടും തുറന്നിട്ടുള്ളത്. ഭദ്രം പ്ലസ് 5 ലക്ഷത്തിൻ്റെ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് MK ഹംസകുട്ടി അധ്യക്ഷനായി. യൂണിറ്റ് ട്രഷറർ V രാമചന്ദ്രൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ചേലക്കര നിയോജകമണ്ഡലം ചെയർമാൻ P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ KM മുഹമ്മദ്, നേതാക്കളായ CM സൈദലവി ഹാജി, KP ഗോവിന്ദൻകുട്ടി, MS മുഹമ്മദ്, P ഉണ്ണികൃഷ്ണൻ, KY ഷമീർ, വനിതാ വിംഗ് പ്രസിഡന്റ് മായ ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി PA അലി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി VA ആനന്ദ് നന്ദി അറിയിച്ചു. പഴയ ഭരണസമിതിയെ വീണ്ടും തിരഞ്ഞെടുത്തു. നിലവിലുള്ള ഭരണസമിതിയെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചെറുമുണ്ടശ്ശേരി സ്കൂളിലും അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും വൃക്ഷത്തൈ നട്ടാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചത്. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. 20 വാർഡുകളിലും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ നടന്നു. ഭൂപുനഃസ്ഥാപനം, മരുവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾ. ചെറുമുണ്ടശ്ശേരി സ്കൂളിലെ പ്രധാന അധ്യാപിക K മഞ്ജു, അധ്യാപകരായ T പ്രകാശ്, വനമിത്ര അവാർഡ് ജേതാവ് N അച്യുതാനന്ദൻ, കൃഷി അസിസ്റ്റന്റ് പ്രമോദ് കൃഷ്ണൻ, ഡോക്ടർ P വിനോദ്, TR ധനേഷ്, ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ K സുധി, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ പച്ചത്തുരുത്ത് 2ാം ഘട്ട പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായി. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. കഴിഞ്ഞ വർഷം കള്ളിക്കാട് പ്രദേശത്താണ് ആദ്യമായി നഗരസഭയുടെ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇതിന്റെ പ്രവർത്തനം നടന്നുവരികയാണ്. 2ാമത്തെ പച്ചത്തുരുത്ത് പദ്ധതി പ്രവർത്തനമാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മൾ വരുത്തി വെച്ചതാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മൾ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇല്ലാതിരിക്കാൻ, അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പച്ചത്തുരുത്തുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ പരിധിയിൽ 2 പച്ചത്തുരുത്തുകളാണ് നിർമ്മിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ വർഷം കള്ളിക്കാട് പ്രദേശത്ത് ഒരു പച്ചത്തുരുത്ത് നിർമ്മിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജിലെ NSS വളണ്ടിയർമാരുടെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ പ്രതിജ്ഞ ചൊല്ലലും ഉണ്ടായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ V ജോയ് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K രാജൻ മാസ്റ്റർ, KT റുക്കിയ എന്നിവർക്ക് പുറമെ സുബ്രഹ്മണ്യൻ, സംഗീത, സാഹിറ, അരുൺകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. NSS വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഫലവൃക്ഷത്തൈകൾ നട്ടാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പക്ഷേ പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും മരത്തൈ വെച്ച് പിടിപ്പിക്കും എന്നുള്ളതല്ലാണ്ട് അതിന് തുടർ സംരക്ഷണം എന്നുള്ള നിലയിൽ ആരും ഏറ്റെടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവും മറ്റുമുള്ളതുകൊണ്ട് നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ അത് കൃത്യമായി തുടർ പരിചരണം ചെയ്യാത്തത് കൊണ്ട് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എന്തായാലും നമ്മൾ ഒരു തൈ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതല്ല, അതായത് നമ്മൾ ദിനാചരണങ്ങളെല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതൊരു ദിനാചരണം മാത്രമായി പോകാതെ തുടർന്നുള്ള അതിൻ്റെ എല്ലാ സംരക്ഷണത്തിലും നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ്. ഇപ്പോൾ മെഡിക്കൽ ഓഫീസറോട് സൂചിപ്പിക്കുകയുണ്ടായി. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഷബി പരിസ്ഥിതി ദിനാചരണ പ്രതിജ്ഞ ചൊല്ലി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ശെൽവരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ പരിസ്ഥിതി ദിനാചരണവും യാത്രയയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജിയും
യാത്രയയപ്പ് യോഗം കൗൺസിലർ KT റുക്കിയയും ഉദ്ഘാടനം ചെയ്തു. മരങ്ങളെയും ജലാശയങ്ങളെയും കൃഷിയെയും നശിപ്പിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലമായി കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് ഈ യോഗം ചെയ്യുന്ന പട്ടാമ്പിയുടെ ഏറ്റവും അടുത്താണ് ഭാരതത്തിൽ. കോളേജിലെ NCC അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ 1.5 പതിറ്റാണ്ടുകാലം സർക്കാർ സംസ്കൃത കോളേജിൽ അസോസിയേറ്റ് NCC ഓഫീസറായി വിരമിച്ച ക്യാപ്റ്റൻ ഡോക്ടർ P. അബ്ദുവിനാണ് യാത്രയയപ്പ് നൽകിയത്. പരിപാടിയിൽ വെച്ച് പുതിയ NCC കെയർടേക്കർ ഓഫീസറായ ഡോക്ടർ A. പ്രമോദിനുള്ള സ്വീകരണവും നടന്നു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ VS ജോയ് അധ്യക്ഷനായി. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയൻ നായിബ് സുബേദാർ MK രമേഷ് കുമാർ, മുൻ ലൈബ്രറിയൻ S. അഴഗിരി, അലുമിനി ഭാരവാഹികളായ CU മനോജ് കുമാർ, ഷെരീഫ് തുമ്പിൽ, ചിത്രമേഘൻ, ബാലലക്ഷ്മണൻ എഴുവന്തല, ഷാജഹാൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ജില്ലാ ടിപ്പർ ഹൈഡ്രോളിക്സ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്ന ഈ സംഘടനയിലെ ജീവനക്കാർ എന്ന് പറയുന്നത്, തൊഴിലാളികൾ എന്ന് പറയുന്നത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരാണ്. ഒരു രോഗിക്ക് കിഡ്നി രോഗബാധിതനായ പോലെ ഒരാഴ്ചക്കാലം വണ്ടി ഓടിച്ച കണക്കുള്ള പരിശ്രമങ്ങളിൽ 12 ലക്ഷം രൂപ സമാഹരിച്ച അവസാനം ആ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പക്ഷെ നടന്നില്ല. അതിനു മുമ്പ് അവർ നടത്താം. പക്ഷെ അവരുടെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ സ്ഥലം ഉൾപ്പെടെ വാങ്ങിച്ചു. നല്ല മാതൃകാപരമായി ഇപ്പോൾ ആക്സിഡൻ്റായിട്ടുള്ള ഒരാൾ വാണിയംകുളത്തിൽ പോയാൽ M. പ്രകാശ് അധ്യക്ഷത വഹിച്ചു. നോഡൽ ഓഫീസർ S. രാധിക, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് V. അമിത് കുമാർ, ലേ സെക്രട്ടറി KR ശ്രീലത, മനോജ് നെല്ലിക്കുറിശി, ജോൺസൺ ജേക്കബ്, C. വേണുഗോപാലൻ, KT സൈതലവി, CT അബ്ദുൽ സത്താർ എന്നിവർ സംസാരിച്ചു. 50ഓളം വളണ്ടിയർമാർ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഹരിതം സഹകരണം ഒറ്റപ്പാലം താലൂക്ക് തല വൃക്ഷത്തൈ വിതരണം ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C. വിമല വിതരണോദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ബാലകൃഷ്ണൻ തൃക്കങ്ങോടിന് വൃക്ഷത്തൈ നൽകിയാണ് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C. വിമല ഹരിതം സഹകരണം ഒറ്റപ്പാലം താലൂക്ക് തല വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തത്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. അതിന് നമ്മൾ സഹകരണ വകുപ്പ് ഇതിനോടൊപ്പം നിന്നുകൊണ്ട്, സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഹരിതം സഹകരണം എന്ന പദ്ധതി 2018 ആവിഷ്കരിക്കുകയും അതിൻ്റെ തുടർച്ചയായി നമുക്ക് ഈ 5 വർഷത്തിനും ഫലവൃക്ഷ തൈകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അയച്ചു തരിക. ആയത് പ്രകാരം നമ്മൾ ഈ 5 വർഷവും പല വിധത്തിലുള്ള തെങ്ങിൻ തൈ, പ്ലാവ്, കശുമാവ്, പുളി, അതുപോലെ 2023 നമുക്ക് മാംഗോസ്റ്റീനാണ് പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും തൈകൾ നമ്മൾ എൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ താലൂക്കിൽ നമ്മുടെ ഇങ്ങനൊരു പ്രത്യേക തരമുള്ള തൈകൾ മാത്രം ഒരു 10,000-ലധികം നമ്മുടെ താലൂക്കിൽ നിന്ന് നമ്മൾ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് K. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N. ലത, AM സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 50 പ്ലാവിൻ തൈകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. K. മുരളീധരൻ BJPയിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ പലരും വൈകാതെ BJPയിലെത്തും. K. മുരളീധരനെ കുഴിയിൽ ചാടിച്ചത് ആരെല്ലാമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പത്മജ. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തിരഞ്ഞെടുപ്പിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. K. മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ. കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDPI വർഗീയ സംഘടനകൾ നടത്തിയ പ്രചാരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഈ ചങ്ങാത്തം ഭാവിയിൽ UDFന് വലിയ അപകടമാകും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 40,000-ഓളം CPM വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും വലിയ ചോർച്ച ഒറ്റപ്പാലം, മലമ്പുഴ മണ്ഡലങ്ങളിലെന്നും EN സുരേഷ് ബാബു.
പരാജയ കാരണങ്ങൾ പാർട്ടി വസ്തുതാപരമായി പരിശോധിക്കും. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണ ക്യാമ്പായി. യജ്ഞത്തിൽ 1000ഓളം പേർ പങ്കാളികളായി. ശുചിത്വ ഹർത്താലുമായി വ്യാപാരികളും. ജീവന്റെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ലോക പരിസ്ഥിതി ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഭൂമി പുനഃസ്ഥാപിക്കലും മരുഭൂമിവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധവും ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.